നമസ്കാരം. ഇന്ത്യയിലെ അവസാനത്തെ മതേതര ഇടതുപക്ഷ ഭരണകൂടമുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ പാത്തും പതുങ്ങിയും പല തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ തകർത്ത് സഖാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ആക്രമിച്ചുകൊണ്ട് സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി എത്ര കണ്ട് തകർക്കാൻ കഴിയുമെന്നാണ് ഗവേഷണം നടത്തുന്നത്. ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്ത് പോലും RSSൻ്റെ മേധാവികൾ അല്ലെങ്കിൽ RSSൻ്റെ സൈദ്ധാന്തികരെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ വിധി വാങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ കൊച്ചു കേരളമാണ്. അങ്ങനെ നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായി കടമെടുക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കുകയാണ്. നമ്മൾ ₹1 കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചു തരുന്നത് 25 പൈസയാണ്. എന്നാൽ ഉത്തർപ്രദേശിന് ₹1.80 തിരികെ കൊടുക്കുകയാണ്, ഇരട്ടിയോളം കൊടുക്കുന്നു. പക്ഷേ കേരളത്തിന് തരുന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് പുറത്തു പോയി കടം വാങ്ങാനുള്ള അവസരവും നിഷേധിക്കുന്നു. എല്ലാത്തിനെയും മറികടക്കാനാണ് സംസ്ഥാനത്തെ കിഫ്ബി പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചത്. അങ്ങനെ കിഫ്ബിയിലൂടെ മസാല ബോണ്ട് വഴിയും അതേപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ട് സാമ്പത്തിക സ്രോതസ്സുകൾ അവ കണ്ടെത്തിക്കൊണ്ട് സംസ്ഥാനത്ത് വികസന പദ്ധതികൾ, ബജറ്റിന് പുറത്തുള്ള വികസന പദ്ധതികൾ നടത്താൻ ശ്രമിച്ച സമയത്ത് അതും നമ്മുടെ കടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് കടം എടുക്കുന്നത് തടയാൻ ശ്രമിച്ചു. അങ്ങനെ കിഫ്ബിയിൽ നിന്ന് പിരിച്ച പണം ഉപയോഗിച്ചിട്ടാണ് സംസ്ഥാനത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി ഏതാണ്ട് 6500 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തത്. ഏറ്റവും അവസാനമായി ഇപ്പോൾ മസാല ബോണ്ട് വഴി നമ്മൾ സ്വരൂപിച്ച പണത്തിൽ നിന്ന് ഭൂമി വാങ്ങാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് തന്നിരിക്കുകയാണ്. കേവലം 66 കോടി രൂപയാണ് സംസ്ഥാനത്ത് വികസന പ്രവർത്തനത്തിന് വേണ്ടി ഭൂമി വാങ്ങിയിരിക്കുന്നത്. എന്നാൽ 466 കോടി രൂപയുടെ ഭൂമി വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ BJPക്കാർ എഴുതി കൊടുത്ത കൊട്ടക്കണക്ക് കേസ് കണക്ക് വെച്ചുകൊണ്ടാണ് EDയുടെ ആളുകൾ അവിടെ അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ പുറത്താണ് നോട്ടീസ് തന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിന്. എന്തൊക്കെ വിവരക്കേടാണ്! എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രതിപക്ഷ സർക്കാരുകളെ തകർക്കാൻ വേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടകരയെ കള്ളപ്പണത്തിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ആളുകൾ, അവിടെ ഒരു തരത്തിലുള്ള തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ ഉദ്യോഗസ്ഥരെ പിന്നീട് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിച്ചത് കൈക്കൂലിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് കേസെടുക്കുന്ന സാഹചര്യം പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഏതായാലും കിഫ്ബി പദ്ധതിയെ തകർക്കാൻ എന്തിനാണ് ഇവർ ഇത്ര കണ്ട് ശ്രമിക്കുന്നത്? കിഫ്ബി വഴിയാണ് കേരളത്തിൽ 90,000 കോടി രൂപയുടെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ 34,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ, ഞാനത് എടുത്തു പറയുന്നത് സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ റോഡുകളും, സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന എല്ലാ റോഡുകളും ടാറിട്ട് മനോഹരമായ റോഡുകളാണ്. ഒരു കാലത്ത് റോഡുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാതിരുന്ന ഈ കേരളത്തിൽ എല്ലാ റോഡുകളും മനോഹരമായ റോഡുകൾ വളരെ താഴ്ചയിൽ നിന്ന് ശാസ്ത്രീയമായി നിർമ്മിച്ചുകൊണ്ട് 10 വർഷത്തോളം ഒരു കേടുമില്ലാതെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് റോഡുകൾ നിർമ്മിക്കുന്നത്. മലയോര ഹൈവേ അതിവേഗം മുന്നേറുന്നു, ദേശീയപാതയുടെ പണി നടക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും റോഡ് വികസനം സംസ്ഥാനത്ത് നടക്കുകയാണ്. ഇടുക്കിയിലും വയനാട്ടിലും അങ്ങനെ റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ റോഡ് പണി നടക്കുന്നു. എങ്ങനെയാണ് ഈ റോഡും പാലവും ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയൊക്കെ തന്നെ കിഫ്ബിയിലൂടെ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വരൂപിച്ച പണം കൊണ്ടാണ്. അങ്ങനെ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കടമെടുക്കുന്നത് തടയുന്നു, നമുക്ക് തരാനുള്ള സാമ്പത്തിക സഹായം തടയുന്നു. എല്ലാം തടഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ കിഫ്ബി ആണെങ്കിൽ എങ്കിൽ കിഫ്ബിയെ ഇല്ലാതാക്കണമെന്നുള്ള ഗവേഷണമാണ് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരമായി ED നോട്ടീസ് അയക്കുന്നത്. കിഫ്ബി ഇല്ലാതായി കിട്ടിയാൽ ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രി മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുമരാമത്ത് മേഖലയിൽ, വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ, നമ്മുടെ വയനാട്ടിലേക്കുള്ള കള്ളാടി തുരങ്കപാത അടക്കമുള്ള വിവിധ പദ്ധതികൾ, ഇവയൊക്കെ തന്നെ കിഫ്ബിയിലൂടെയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ആ കിഫ്ബിയെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മൊത്തമായി പ്രതികരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ജനങ്ങളെ തന്നെ ശിക്ഷിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാനും നിലപാടെടുക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. കോൺഗ്രസ് അപ്പോഴും അഴിമതി ആരോപണങ്ങളുമായി നടക്കുകയാണ്. ഒരു സംസ്ഥാനം വികസിക്കാൻ പാടില്ല, ഇവിടെ റോഡുണ്ടാവാൻ പാടില്ല, ആശുപത്രി ഉണ്ടാവാൻ പാടില്ല, ഇവിടെ വികസന പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് ദേശീയ
ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുമ്പോൾ ജനനായകനായ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും കരിവാരിത്തേച്ചാൽ ഈ ഗവൺമെൻറ്റിനെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മൂഢസർഗത്തിലുള്ള ഇത്തരം ആളുകൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് നിലപാടെടുക്കണം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി തയ്യാറാവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.